ഇതാണ് ഗൈസ് എൻ്റെ ബൈക്ക്. സ്പ്ലെൻഡറാണ്, BS6 ആണ്. വണ്ടി ഫുള്ള് പൊടിയാണ്. പിന്നെ ഗൈസ് ഇതാണ് ഞാൻ വണ്ടിയാണ് തുണി. ഇത് ഞാൻ വണ്ടി കഴിയുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നത്. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ബൈക്ക്. സ്പ്ലെൻഡറാണ്, BS6 ആണ്. വണ്ടി ഫുള്ള് പൊടിയാണ്. ഇപ്പോൾ ഒരു മാസമായി ഏകദേശം നമ്മൾ വണ്ടി കഴുകിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി കഴുകാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. വണ്ടി കഴുകാൻ പോകണം. ഒരുപാട് വെള്ളമില്ല പൈപ്പിൽ. അപ്പോൾ ഒന്നാമത് വേനൽക്കാലം കൂടെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ അത്യാവശ്യം വൃത്തിയായിട്ട് കഴുകാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി കഴുകാനായിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേസിനോട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് ഷാമ്പു മിക്സ് ചെയ്ത് കഴുകാനായിട്ട് അങ്ങനെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി സെൻറ്റർ സ്റ്റാൻഡ് ഇടണം. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാനും കഴുകാനും. അപ്പോൾ നമുക്ക് കുറച്ച് ഷോർട്സുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മളെപ്പോൾ വണ്ടി കഴുകുമ്പോഴും നമ്മളെപ്പോഴും ചാവി എടുത്ത് മാറ്റണം വണ്ടിയിൽ നിന്ന്. ഇല്ലെങ്കിൽ നമ്മളെ ചാവിക്ക് കംപ്ലയിൻറ്റ് വരും. കീഴുന്ന സെറ്റ് പിന്നെ മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷാമ്പു വാഷ് ചെയ്യാം. നമ്മളെടുത്തിരിക്കുന്ന ലേക്രോളിൻ്റെ കാർ ഷാമ്പു ആണ് ഗൈസ്. 5 രൂപയേ ഉള്ളൂ. നമ്മൾ ഷാമ്പു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബേസിനിലോട്ടാക്കാം. ഫസ്റ്റാണ് ഗൈസ് ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് ഷാമ്പു ബേസിനിലോട്ടാക്കിയിട്ടുണ്ട്. അതിലോട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം മതി. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പതയുള്ള ഷാമ്പുവാണ്. ഞാൻ ഇതിട്ടാണ് വണ്ടി കഴുകണം. 5 രൂപയേ ഉള്ളൂ. നമ്മളെ സ്പ്ലെൻഡർ കഴുകാൻ ഇതൊക്കെ മതി ഗൈസ്. പിന്നെ ഗൈസ് ഇതാണ് ഞാൻ വണ്ടി കഴുകണ തുണി. മൈക്രോ ഫൈബർ ക്ലോത്ത് എന്നാണ് പറയുന്നതിന്. വെള്ളമൊക്കെ പിടിച്ചെടുക്കണം. ആയിട്ടാണ് നമ്മൾ വണ്ടി കഴുകാൻ പോകണം. അത് നമുക്ക് ആദ്യം ഷാമ്പൂയിലോട്ട് ഇടാം. ഇത് ഞാൻ വണ്ടി കഴുകാൻ മാത്രം യൂസ് ചെയ്യുന്നതാണ്. മുക്കിയെടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ ടാങ്കാണ് കഴുകുന്നത് ഗൈസ്. ഹീറോ BS6 നമ്മളെ കുട്ടപ്പൻ നമ്മൾ കഴുകിയെടുക്കുകയാണ് ഗൈസ്. പടക്കുത്തില്ല. വീഡിയോ എടുത്തരാൻ ആരുമില്ല ഗൈസ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. വീഡിയോ എടുക്കണം, വണ്ടിയും കഴുകണം. പിന്നെ ഒരു ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് അതിൻ്റേതായ അതൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് സംസാരിക്കാനൊക്കെ ചെറിയ ചമ്മലുണ്ട്. എന്നാലും ഞാൻ പിന്നെ അങ്ങ് സെറ്റ് ചെയ്ത് പോവുകയാണ്. ഷാമ്പു മൊത്തം തേച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളിതാ വണ്ടി മൊത്തം ഷാമ്പൂവിൽ കുളിപ്പിച്ചിട്ടുണ്ട്. ഇനി നല്ല വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾ ഷാമ്പൂ തേച്ച് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകാൻ പോവുകയാണ്. ഈ വെള്ളം ഈ കളറിയിരിക്കുന്നത് പൈപ്പിലുള്ള വെള്ളം. നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് കഴുകുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി കഴുകി തീർന്നിട്ടുണ്ട്. നല്ല വെള്ളം ഉപയോഗിച്ചും ഷാമ്പു വാഷൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തുടയ്ക്കണം. നമ്മൾ ഏത് സൈക്കിളായാലും വണ്ടിയായാലും നമ്മൾ കഴുകി ഉടനെ നമുക്ക് വെള്ളം ഈർപ്പം മൊത്തം തുടച്ച് കളയണം. അല്ലെങ്കിൽ നമ്മളെ വണ്ടിക്ക് ദോഷമാണ് കഴിച്ചത്. ഹെഡൊക്കെ നമ്മളങ്ങനെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാ സൈഡും ബൈക്കിൻ്റെ എല്ലാ മൂലയും നമുക്കിങ്ങനെ തുടച്ചെടുക്കണം. വെള്ള ഈർപ്പം മൊത്തം ഇൻഡിക്കേറ്ററൊക്കെ എല്ലാം സെറ്റ് ചെയ്യണം. ഈ സ്പ്ലെൻഡർ BS6-ൻ്റെ പ്രോബ്ലം, ഈ ഇൻഡിക്കേറ്ററിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിനകത്ത് വെള്ളം കയറി കെട്ടിക്കിടക്കും ഗൈസ്. ഇതിപ്പോൾ പുതിയതാണ്, ഞാൻ മാറിയതാണ്.
എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് അത് പോയി. കരിമാടിക്കുട്ടനായി നമ്മളെ വണ്ടി, കരിമാടിക്കുട്ടൻ. അത്യാവശ്യം നല്ല മൈലേജൊക്കെ ഉണ്ട് ഗൈസ്. പാർട്സൊക്കെ നല്ല തുടച്ച് വൃത്തിയായി തിളങ്ങുന്നു ഗൈസ്, തിളങ്ങുന്നു. നമ്മളെ വണ്ടി കഴുകി തീർന്നിട്ടുണ്ട്. 2 ബക്കറ്റ് വെള്ളത്തിൽ നമ്മളെ വണ്ടി കഴുകി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ വാഷിംഗ് എല്ലാം കഴുകി ഇവിടെ കൊണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല കിടിലായിട്ട് വൃത്തിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടിയെല്ലാം കഴുകി തീർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തിരിച്ചറിയാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.